ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എൻ്റെ പ്ലീറ്റഡ് കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു വർക്ക് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു യോക്ക് പോർഷനിലേക്കുള്ളത്. ഇതേ അളവിൽ തന്നെ നമ്മൾ ജോർജറ്റ് മെറ്റീരിയലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വർക്ക് മെറ്റീരിയലും ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലും ഞാൻ കൂടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഈ ഒരു അരികെത്തിക്കടെ രണ്ടും നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് പ്ലീറ്റിനായിട്ട് കട്ട് ചെയ്ത് വെച്ച തുണി എടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് പ്ലീറ്റ്സിനായിട്ട് എടുത്ത തുണിയുടെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ്റെ അടിവശം ഉണ്ടല്ലോ, ആ ഒരു ലെങ്ത്തിലേക്ക് നമ്മൾ പ്ലീറ്റ് ഇട്ട് ചുരുക്കി എടുക്കണം കേട്ടോ. അങ്ങനെ സെൻറ്റർ പോർഷനിൽ നമ്മളിത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഞെറിവുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് യോക്ക് പോർഷനിലേക്ക് ഈ ഒരു പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് പ്ലീറ്റിൻ്റെ നല്ല വശവും നമ്മുടെ യോക്ക് പോർഷൻ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഈ ഒരു മുകളിൽ കട സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. യോക്കിൻ്റെ നല്ല വശവും പ്ലീറ്റിൻ്റെ നല്ല വശവും കറക്റ്റ് ഇതുപോലെ രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വെച്ചിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ നമ്മൾ യോക്ക് പോർഷനും പ്ലീറ്റും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ലൈനിങ്ങിൽ നെക്കിൻ്റെ ഡിസൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്കിൻ്റെ വീതി ഞാൻ ഇങ്ങോട്ട് 4 ഇഞ്ചും ഇറക്കം ഞാൻ 6 ഇഞ്ചും ആണ് എടുത്തിരിക്കണേ. അപ്പോൾ ടോട്ടൽ വീതി വരുന്നത് 8 ഇഞ്ചാണ്. നമ്മൾ വൺ സൈഡിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ 4 ഇഞ്ചാണ് കേട്ടോ. നെക്കിൻ്റെ പാറ്റേൺ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ നല്ല മെറ്റീരിയലിൻ്റെ നല്ല വശമുണ്ടല്ലോ, അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാനിപ്പോൾ ലൈനിങ് മെറ്റീരിയൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച അതേ ഇതിക്കടെ തന്നെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിക്കടെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വേണം ലൈനിങ് ചേർത്ത് വയ്ക്കാനായിട്ട്. ഇപ്പം നമ്മൾ വരച്ചേക്കടെ തന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതേ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. സാധാരണ നെക്ക് ചെയ്യില്ല, അതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ പോയിന്റിലും ചെറിയ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാണ്ട് വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ചുറ്റും കട്ടിട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പം നെക്കിന് ചുറ്റും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ ബാക്കോട്ട് മറയ്ക്കാം കേട്ടോ. അങ്ങനെ ലൈനിങ് മെറ്റീരിയൽ ബാക്കോട്ട് മറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഫ്രണ്ട് നെക്ക് നമ്മൾ ഇതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിൽ ഞാൻ നെക്കിൻ്റെ വീതി എടുത്തിരിക്കുന്ന 4 ഇഞ്ചാണ്. ഇറക്കം ഞാൻ 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ് കേട്ടോ ബാക്കിൽ കൊടുത്തിരിക്കണേ. അപ്പോൾ ബാക്ക് നെക്കും ചെയ്തതിന് ശേഷം കാണിക്കാം. ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഞാനിവിടെ സ്ലീവിൻ്റെ അരികുവശം ജസ്റ്റ് ഒന്ന് മടക്കി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മടക്കും കൂടി മടക്കണം. ഒരു മടക്കും കൂടി മടക്കിയിട്ട് നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ 10.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അപ്പോൾ
ഈ ഒരു കുഞ്ഞ് ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് കടത്താൻ പാകത്തിന് വേണം മടക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇലാസ്റ്റിക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട് അറ്റത്തായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമ്മൾ അറ്റത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് ഇനി നീങ്ങി പോവില്ല കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫ്രണ്ട് പോർഷൻ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ബാക്ക് പോർഷൻ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിൽ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ബോഡി പോർഷൻ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ രണ്ട് സൈഡിലും സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാറ്റേൺ സ്ലീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തും കൂടി പഫ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കെന്തോ മുകളിൽ പഫ് ആഡ് ചെയ്യണതിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പഫ് ആഡ് ചെയ്യാണ്ട് അടിഭാഗത്ത് മാത്രം ഇലാസ്റ്റിക് കൊടുത്തത്. അതിനുശേഷം ഞാൻ സൈഡ് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഹിപ്പിൻ്റെ താഴേക്ക് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഷേപ്പ് ചെയ്തത്. അതുപോലെ തന്നെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വെയർ ചെയ്ത് നോക്കുമ്പോൾ മെയിൻ ഫാബ്രിക് കുറച്ച് ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അടിവശം ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് അടിവശം ഒന്നും കൂടി ആ സൈഡ് ഭാഗം ആ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലീറ്റും ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.